ഞാൻ കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പാർട്ട് ടൈം ജോബ് ഈ സ്റ്റോറിലായിരുന്നു. ആ സ്റ്റോർ ഇപ്പോൾ ഒഫീഷ്യലി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഹഡ്സൺസ് ബേയുടെ സ്റ്റോർ എന്ന് പറയുന്നത് 325 ഇയേഴ്സ് അങ്ങനെ എന്തോ അത്രയും ഇയേഴ്സ് പഴക്കമുള്ള സ്റ്റോറാണ്. അപ്പം ഈ സ്റ്റോർ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ സ്റ്റോർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ. അപ്പം ദ സ്റ്റോർ ഈസ് ക്ലോസിങ് സൂൺ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു ബൈ വൺ ഡ്രസ് ബിഫോർ ദാറ്റ്. $16.36. This one is nice, right? So good. പണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെയായിരുന്നു. ഒരു ദിവസം വർക്ക് ചെയ്യും, അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കും, തിരിച്ചു വരും. എപ്പോഴും ഇവിടെ ഓഫർ ഉള്ളതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും മേടിക്കും. ഇത് ഇത് ക്വിൽറ്റാണ്. ഇത് നല്ല ഭംഗിയുണ്ട്, നമ്മുടെ കളർ കോഡിനും ചേരും. ഇത് നമുക്കൊന്ന് പെയിൻറ്റിങ്ങിൽ വെക്കാം. ഇവിടെ കുറച്ചുകൂടെ വർക്കുണ്ട്, വേണേൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതെടുക്കാം. ഇവിടെ ഞങ്ങൾ എന്തോരം അടുക്കിയിട്ടുള്ളത്. എനിക്ക് കാണാൻ കൊള്ളാമല്ലോ, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പിൻ പോയിന്റ് ഹീൽസ് ഇടാൻ എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഡു യു ഹാവ് എ ലൂണി, ഡൈം, ടൂണി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെ വന്നപ്പോഴായിരുന്നു. എൻ്റെ ആദ്യത്തെ ജോലി ഇതാണല്ലോ. അപ്പം ഇവിടെ ആദ്യമായിട്ട് ക്യാഷ് കൗണ്ടറിൽ ഡു യു ഹാവ് എ ലൂണി എന്ന് കേൾക്കുമ്പോൾ ലൂണിയോ, എന്ത് ലൂണി എന്ന് പറഞ്ഞാൽ $1 എന്ന് പറയുന്ന കേട്ടോ, ഇവിടെ ലൂണി എന്നും പറയും. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കണത്, ലൂണി. ഈ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്, കാരണം ഹഡ്സൺസിൽ നിന്ന് തന്നെ ഞാൻ എടുത്തത്. നമ്മളിവിടുന്ന് സ്റ്റോറിൽ നിന്ന് കളവ് നടക്കുമ്പോൾ മറ്റേ നാടോടിക്കാറ്റിലായിരുന്നു. ഇതൊരു സിനിമയിൽ മറ്റേ ശ്രീനിവാസനെ പിടിക്കാറില്ലേ, അതുപോലെ ഇവിടെയും ഇങ്ങനെ അലാം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് ആളെ പിടിച്ച് നിർത്തണ്ടെന്നാണ്, കാരണം അവരത് എടുത്തോട്ട് പൊക്കോട്ടെ എന്നാണ് പറയുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും ഈ സ്റ്റോർ ക്ലോസ് ചെയ്യുന്നത്. ട്രയൽ റൂമിൽ നിന്നിട്ട് നമ്മൾ അവിടെ പുറത്തെടുത്ത ഡ്രസ്സുകൾ നമ്മളായിരുന്നു തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഏത് കടയിൽ പോയാലും ട്രയൽ റൂമിൽ പോയിട്ടുണ്ട്, ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, വൃത്തിയായിട്ട് ഇതുപോലെ ഹാങ്ങറിലിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട്. ഇത് എക്സ്ട്രാ സ്മോൾ പോലും എനിക്ക് വലുതാണോ? ഇത് അങ്ങനത്തെ സ്റ്റൈലാണോ? എക്സ്ട്രാ സ്മോൾ പോലും എനിക്ക് വലുതാണ്.
ഇവിടെ സ്റ്റോറിൽ രാത്രി വന്നിട്ട് ഇവിടുത്തെ മൊത്തം സാധനങ്ങളുടെ എത്ര എണ്ണം ഉണ്ട് എത്ര എണ്ണം ഇല്ല എന്നൊക്കെയുള്ള കണക്ക് നോക്കത്തില്ലേ, ആ ദിവസം ഉണ്ട് ഇവിടെ ചില ദിവസം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏജുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്ന് രാത്രി നമ്മൾ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് ഇവിടെ തന്നെ ഇരുന്നത് അതൊരു അടിപൊളി ദിവസമായിരുന്നു. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇതിട്ട് അതും ഈ ഇട്ടിരിക്കുന്ന ഇതും ഈ ഇട്ടിരിക്കുന്ന പാൻറ്റും ഈ ഇട്ടിരിക്കുന്ന ഷൂസും എല്ലാം ഹട്സൺസ് ബേഡ്. എൻ്റെ സൈസ് ഇല്ല, പക്ഷെ നമുക്ക് ഞാനൊന്ന് കത്തുവാ. ഇവിടെ സ്റ്റോക്ക് വരുമ്പോഴേ നമുക്കെടുത്ത് മാറ്റി വെക്കാൻ പറ്റും. നല്ല നല്ല ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളവിടെ ഹോൾഡിലിടും. പിന്നെ നമ്മൾ കഴിയാൻ നേരത്ത് നമ്മൾ എടുത്തിട്ട് പോകും. എംപ്ലോയി ഓഫർ. Yeah, last year. Yeah. സ്റ്റോറിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് പേരുടെ ജോലി പോയി. അപ്പോൾ കുറച്ച് പേരൊക്കെ കാണാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷം. ഇതിവിടുത്തെ വാച്ച് ഷോപ്പിൻ്റെ ആളാട്ടോ. ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്നായിരുന്നു എൻ്റെ വാച്ചിൻ്റെ ചെയിൻ എപ്പോഴും മുറിപ്പിക്കുന്നത്. എൻ്റെ കൈക്ക് നല്ല വണ്ണമായതുകൊണ്ട് എനിക്ക് എപ്പോഴും ചെയിൻ മുറിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ചേട്ടൻ്റെ അടുത്ത് നിന്നായിരുന്നു അത് ചെയ്യാറ്. അപ്പോൾ ബൈ ഫ്രം ടെസ്റ്റിംഗ് ഹലോ. ഞാനിനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.